Hey guys, welcome back to my YouTube channel Techie Monos. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മൈൻക്രാഫ്റ്റ് സീരീസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിക്കോസ് ഞാൻ ഇത്ര നാൾ ഒരു മൈൻക്രാഫ്റ്റിനെ കുറിച്ചൊരു അപ്ഡേറ്റ് തന്നില്ല ഗൈസ്. എൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡ് കറപ്റ്റായിപ്പോയി, ലൈക്ക് എല്ലാ പ്രോഗ്രസ്സും പോയി. അപ്പം ഞാൻ കുറച്ച് നാൾ നിർത്തി വെച്ചു. ഇപ്പോൾ താണ്ടേ ഞാൻ എല്ലാം സെറ്റാക്കി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു നല്ലൊരു വീടൊക്കെ പണിതു, പിന്നെ മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക് ഈ ഏരിയ ഫുൾ ടൂർ എനിക്ക് എല്ലാം കാണിച്ചു തരും, എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരും. അപ്പം നേരെ വീഡിയോയിലോട്ട് എടുക്കുക. അപ്പോൾ ഗുയിഷ്, ഇതാണ് എൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡ്. ലൈക്ക് ഇതാണ് എൻ്റെ വീട്. നൈസ് അല്ലേ? ഏത് മൂഡ്, പൊളി മൂഡ് അല്ലേ? ഈ കാണുന്നതാണ് എൻ്റെ വീട്. നേരെ ചെല്ലുമ്പോൾ തന്നെ ഇത് എൻ്റെ വീടിൻ്റെ വാതിൽ. ഇതേപോലെ കുറേ നായ്ക്കൾ കയറി ഇറങ്ങുന്നുണ്ട്. ഇതെൻ്റെ വീടിൻ്റെ വാതിൽ. ഇത് ടിട്ടു, അത് ടുട്ടു, ഇത് മട്ടു, അത് കുട്ടു, ഇത് പിട്ടു. എല്ലാം റൈമിങ്ങിലങ്ങ് പേരിട്ടു. പിന്നെ ഇത് വരുന്നത് സ്റ്റോറേജ്. കണ്ടു റിച്ചെന്നറിയാലേ. ഇങ്ങനെ ഇത് കളക്ഷൻ അല്ല, ഇങ്ങനെ സ്റ്റോറേജ്. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ അയൺ ഉണ്ട്, പക്ഷെ ഡയമണ്ട് ഇല്ല. കഷ്ടകാലമാണ്. ഈ സാധനം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. മറ്റേ ടൂൾ സ്മിത്തിൻ്റെ കയ്യിൽ നിന്ന് എമറാൾഡ് കൊടുത്ത് മേടിച്ച സാധനം ഇതൊക്കെ. എൻ്റെ ഇരിക്കുന്ന ഈ ഷവലും പിക്കാക്സും ടൂൾ സ്മിത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച. ഇതൊരു ഗുണമില്ലാണ്ടിരിക്കും ഇവിടെ. ഇതും കുറേ സ്റ്റോറേജ്. പിന്നെ ഇതൊക്കെ എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്ന്. പിന്നെ ഇവിടെ കുറേ ഞാൻ ബ്ലാസ്റ്റ് ഫർണസും അതും ഇതുമൊക്കെ വെച്ചു. പിന്നെ ഇവിടെ കുറച്ച് ഇലയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തു നമ്മുടെ വീട്ടിൽ. ഞാൻ മോൻ നമ്മളങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ആൻവിൽ വെച്ചു. പിന്നെ ഇവിടെ 2 ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചു. ആവശ്യം വരും, പറയാൻ പറ്റില്ല. യു നോ വാട്ട് ഐ മീൻ. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സോഫ ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്തു. അത്യാവശ്യം ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗുയിസ്, ഇതാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വീട്. പിന്നെ ഈ സൈഡിലോട്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുകൊണ്ട് ഇവിടെ എൻ്റെ അടുത്ത 2 പെറ്റുകളുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ കൗ ഫാം ഉണ്ട്, ഷീപ്പ് ഫാമും ഉണ്ട്. ഇതേപോലെ നമ്മളതെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം. ഇത് പിന്നെ നെതറിലോട്ട് പോകാനുള്ള സാധനം. ഞാൻ ഇതുവരെ അങ്ങോട്ട് ആ ഏരിയയിലോട്ടേ അധികം പോകാറില്ല, ശരിയാവില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഫാമിംഗ് ലാൻഡ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൂയിസ്, ആ കാണുന്നതാണ് നമ്മുടെ ഫാമിംഗ് ലാൻഡ്. ഇവിടെ ഞാൻ കുറച്ച് തണ്ണിമത്തം നട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഒരു പൊട്ടത്തരം കാണിച്ചായിരുന്നു. ലൈക്ക് ഇത്രയും ഗ്യാപ്പില്ലാത്തതിൻ്റെ ഇടയിൽ കയറി ഞാൻ മറ്റേ ഇത് പണിയാൻ നിന്ന്, വാട്ടർമെലൻ. അപ്പോൾ എല്ലാം കൂടി ഞാൻ കൊളായി. നേരത്തെ ഇങ്ങനെ അത്ര നല്ല ക്ലീനായിട്ടിരിക്കുകയല്ലായിരുന്നു. ഇത് ഇപ്പോഴാണെന്ന് ക്ലീനായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിംഗ് ലാൻഡ്. അപ്പോൾ ഗോയ്സ്, ഇതാണ് എൻ്റെ ഹോം ടൂർ എല്ലാം. ഇനി നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂവേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും അറിയാ? എന്തോ ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. സോ നമ്മുടെ മൈനിങ് ഏരിയയും കൂടി നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതായത് നമ്മൾ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. നമുക്ക് 2 മൈനിങ് സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ കൂടുതലും പോകുന്നത് 2ാമത്തേലാണ്. നമ്മൾ ഇച്ചിരി നമുക്ക് തോന്നുന്ന വഴിയിൽ നിന്ന് നമുക്ക് മൈൻ ചെയ്യാം കേട്ടോ. ലൈക്ക് ഒരു സ്പെസിഫിക് ഏരിയ തന്നെ. ഞാൻ മിക്കപ്പോഴും സ്ട്രിപ്പ് മൈനാണ് ചെയ്യാറ്. സ്ട്രിപ്പ് മൈൻ ചെയ്ത് ഇത്ര ഞാൻ കണ്ടത് കിട്ടി ഗൈസ്. ഇതെൻ്റെ ബെറി കൃഷി. പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് മൈനിങ് ഏരിയ. പിന്നെ ഇവിടുന്ന് കുറച്ച് താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും, താഴത്തോട്ടല്ല, അയ്യോ ഗൈസ്, നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് സാധനം എടുത്തില്ല, ടോർച്ച് എടുത്തില്ല ഗൈസ്. നമുക്ക് ടോർച്ച് എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. നമുക്ക് നേരെ ടോർച്ച് എടുക്കുക. ടോർച്ച് എടുത്തില്ലെങ്കിൽ അവസാനം മറ്റേ കുഴിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. നമുക്ക് 2 സ്റ്റാക്ക് ടോർച്ച് എടുത്തേക്കാം. ആവശ്യം വന്നാൽ പറയാൻ പറ്റില്ല. വേറൊന്നും ആവശ്യമില്ല. ബെറിയും കൂടി ഇച്ചിരി കയ്യിലെടുത്തേക്കാം ഗൈസ്. എനിക്കിതുണ്ടല്ലോ, ഇത് എവിടെ പോയപ്പോൾ കിട്ടിയതാ? ഒരു റൂവൻറ്റ് പോർട്ടൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയതാട്ടോ. ഓ ഗൈസ്, നൈറ്റ് ആയിട്ടോ. ഒരു റൂവൻറ്റ് പോർട്ടൽ തപ്പിയപ്പോഴത്തേക്കും കിട്ടിയതാട്ടോ ഗൈസ് എനിക്ക് ഈ മൈക്രോസ്കോപ്പ്, സ്പൈ ഗ്ലാസ്. നൈസ്. ദൂരത്തുള്ള എല്ലാ സാധനവും കാണാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം,
ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വില്ലേജേഴ്സിനെയൊക്കെ വീടിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടി ആ മണി അടിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. പക്ഷെ എൻ്റെ വീടിൻ്റെ അകത്തുള്ള കുറേ നായ്ക്കളുണ്ടാവും, അവരും ഇറങ്ങിപ്പോകത്തില്ല. ഈ മണി അടിക്കുമ്പോഴത്തേക്ക് എല്ലാം കയറി വീടിൽ കയറി കിടന്നുറങ്ങുള്ളൂ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഗൈസ്. ഇങ്ങനെ ഈ മണി കൊണ്ടുള്ള ഒരു ഗുണം മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു ഗുണം ഞാൻ മണി കൊണ്ട് കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ ഓടിപ്പടച്ച് നമ്മൾ വീട്ടിൽ പോകുന്നു, നമ്മളീ മണി അടിക്കില്ലല്ലോ ഗൈസ്. നമ്മുടെ മണി വർക്കിംഗ് അല്ലേ ഗൈസ്? ഓ മൈ ഗുഡ്നസ്, വർക്കിംഗ് ആണ്. കണ്ട എന്തര കാണിക്കണേ? എല്ലാം കൂടി സോഫയിൽ കയറി തുള്ളി കളിച്ചുകൊണ്ടിരിക്കട്ടെ ഗൈസ്. നമുക്ക് നമ്മുടെ ഉറക്കം കളയാൻ പറ്റില്ല, സോ നമ്മൾ കയറി കിടക്കുന്നു ഗൈസ്. യെസ് ഗൈസ്, സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. പിന്നെ ഒഫീഷ്യലി നമ്മൾ നൈറ്റിൽ സ്ലീപ്പ് ചെയ്യുന്നു. നമുക്ക് നൈസിൽ നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് അങ്ങ് പോയിട്ട് നമുക്ക് മൈനിങ് അങ്ങോട്ട് തുടങ്ങാം. ഒക്കെ തുറന്ന ടച്ച്. നമുക്കിനി ഇതാണ് എൻ്റെ ഫസ്റ്റ് മൈനിങ് സ്പോട്ട്. അവിടെ നമുക്ക് ആദ്യം ഇപ്പുറത്തെ സൈഡിലൊന്ന് തപ്പിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മെഷീൻ കുറച്ച് ഡയമണ്ട്സ് കണ്ടുപിടിക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി എത്ര 16 or 17 ഡയമണ്ട്സ് എങ്ങാണ്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കണം. ഗുസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് മൈനിങ് സ്പോട്ട്. പയ്യെ നമുക്ക് ചാടി ഇറങ്ങാം. ഓക്കെ ഗുയിസ്, നമ്മളങ്ങനെ ഒഫീഷ്യലി താഴ്ത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗുയിസ് നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ മൈനിങ് തുടങ്ങി, ഈ ഒരു സ്ട്രിപ്പ് മൈൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഫുൾ ഓഫ് എന്താ പറയുക, ഞാൻ മറ്റേ സ്ട്രിപ്പ് മൈനിൽ നിന്ന് കുറേ ഒക്കെ ഈ അയൺ കളക്ട് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഈ അയണിനോട് വലിയ താല്പര്യം ഇല്ലാണ്ടായി. അങ്ങനെ ഇപ്പം അയൺ കളക്ട് ചെയ്യാറില്ല അധികം. ഗുയിസ് ഇഷ്ടം പോലെ ഉണ്ട്, എന്ത് ചെയ്യേ? എന്തായാലും ഇത് കുറേ ഉണ്ടല്ലേ ഗൈസ്. ഞാൻ അപ്പുറത്തെ മൈനിൽ നിന്നാണ് കൂടുതലും ഞാൻ അയൺ കളക്ട് ചെയ്യാറ്. എനിക്ക് മറ്റേ ആ സമയത്ത് ലൈക്ക് ഈ വേൾഡ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ വേൾഡ് കറപ്റ്റ് ആയതിൻ്റെ ഇതിലൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ അധികം അങ്ങോട്ട് ഞാൻ ചെയ്യാൻ പോയില്ല, മീൻസ് ഈ ഏരിയയിലോട്ട് അധികം വരാറുണ്ടായില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ച്, ഇവിടുത്തെ അയൺ ഞാൻ അങ്ങനെ കളക്ട് ചെയ്തില്ല, ബിക്കോസ് അവിടുന്ന് കുറേ അയൺ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഇവിടുത്തെ അയൺ ഞാൻ അങ്ങനെ കളക്ട് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത് മൊത്തം. അങ്ങോട്ട് ഇപ്പോൾ പോവാം. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരും. ഇവിടെ വല്ല അതായി ഗൈസ്, ഇവിടെ അയൺ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടുത്തെ അയൺ മൈൻ ചെയ്തെടുക്കാം. മോനെ ഗൈസ്, നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടാ, ഫസ്റ്റ് ഡയമണ്ട് ഓഫ് ദ വീഡിയോ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഭാഗ്യം ഉണ്ടോണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ എന്ത് ചെയ്യാനാന്ന് നോക്കി ഗൈസ്. ഇത് മുകളിലുണ്ടല്ലോ കുറേ. ഇതെന്തത്? ഇതേ അടുത്തത് നമുക്ക് ഡയമണ്ട് പെരുമഴയാന്ന് തോന്നുന്നുട്ടാ. ഇഷ്ടം പോലെ ഡയമണ്ട് കിട്ടി. ഇഷ്ടം പോലെ മീൻസ് 2 കിട്ടിയുള്ളൂ. ഏത് മുട്ട് പൊളിമുട്ട്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയി സൈഡിലോട്ടുള്ള വഴിയിലോട്ട് കയറി നമുക്ക് ഇവിടെയൊക്കെ ചെന്നപ്പം ഇവിടെ ഒന്നും ഇല്ല. എന്താടെ ഇത്? ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ പയ്യെ താഴത്തോട്ട് ഇറങ്ങാം. എന്തെങ്കിലും കിട്ടുമെന്നറിയണമല്ലോ. ഗുയിസ്, നമ്മുടെ 3rd ഡയമണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എടാ, ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നാ. ഇത്രയും പ്രാവശ്യം ഇതിൻ്റെ അകത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കുറേ പ്രാവശ്യം പോയി, എന്നിട്ട് അത് ഞാൻ കണ്ടില്ല. ഇത്രയും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിട്ട് അത് കണ്ടില്ലെന്ന് വെച്ചത് എന്തുവാടേ? അത് താണ്ടടേ അടുത്തത് എന്താ കണ്ണടച്ച് നടക്കുമായിരുന്ന? എനിക്കെൻ്റെ ഒരു ബോധമില്ല എന്താ കാണിക്കണേന്ന്. മഞ്ചി. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അത്രയ്ക്കും പൊട്ടിനാണെന്ന്. അല്ല ഗൈസ്, വീഡിയോയ്ക്ക് വേണ്ടി ഡയമണ്ട് കണ്ടിട്ടും എടുക്കാഞ്ഞതായിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ EXP പോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ ഇവിടെ ഡയമണ്ട് ഇരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ടേ പോകത്തുള്ളായിരുന്നു. നമുക്കിങ്ങനെ സൈഡിലോട്ട് വന്ന് വേണ്ട, ഡേഞ്ചർ. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ.
ഓ അവിടെ ഒന്നുമില്ല. നമുക്ക് ഈ നേരെ പോവാം. സ്ട്രിപ്പ് മൈനാണോ ബെറ്റർ, അല്ലാണ്ട് വല്ല കേവി കയറി മൈൻ ചെയ്യണമാണോ ബെറ്റർ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതാണ് മര്യാദക്കുള്ള ബ്ലോക്കും എല്ലാം കയ്യിൽ വെച്ച് 40 എണ്ണ. നമ്മൾ 40 എണ്ണത്തിനുള്ള ഉണ്ടായിരുന്നു. നമ്മൾ 40 എണ്ണത്തിനുള്ള മൈൻ ചെയ്തു. അത് നേരത്തെ ഇരിക്കുന്നതാണെന്ന് തോന്നിട്ടോ. അത് നമ്മുടെ 4th ഡയമണ്ട് ഓഫ് ദ വീഡിയോ ആണെന്ന് തോന്നുന്നു. 4th. പക്ഷെ നമ്മുടെ 4th ഡയമണ്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കണു. ഇടയിന്ന് ഗൈസ് ഇന്ന് നമ്മൾ ഡയമണ്ട് ഫുൾ കളക്ട് ചെയ്ത് പെരുമഴയും കൊണ്ടായിരിക്കും ഇവിടെ വീട്ടിൽ പോണേ. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഗൈസ് നമുക്ക് വേണ്ടത്ര ഡയമണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇന്നും ഒരു സ്റ്റാക്ക് ഡയമണ്ടും കൊണ്ടേ പോകത്തുള്ളൂ. ഓഫ്കോഴ്സ് ഗൈസ് ഇന്നും ഒരു സ്റ്റാക്കും കൊണ്ടേ പോകത്തുള്ളൂ, ഉറപ്പാ. കാരണം ഇത്രയും ഡയമണ്ടൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അൺബിലീവബിൾ. എന്തത് ഗൈസ്, എൻ്റെ വേൾഡിന് എന്തോ ബഗ് ഉണ്ട് കേട്ടോ, ഉറപ്പാ. ഇതിപ്പോൾ എത്രാമത്തെ ഡയമണ്ടാ? 9ാമത്തെ ഡയമണ്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ. ഗൈസ് ഇവിടെ കുറച്ച് ലാപ്പസ് ഇരിപ്പുണ്ട്. ലാപ്പസോ എന്തൊക്കെയാണ് ഇത് പ്രൊണൗൺസ് ചെയ്യാൻ അറിഞ്ഞൂടാ ഇതിൻ്റെ പേര്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഇവിടെ അങ്ങനെ നൈസിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് കുഴി വീണ് എനിക്ക് ഭ്രാന്താവും. ഓ ഗൈസ്, നമ്മുടെ ഈ കുഴി അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കുഴി പോവാം. പറ്റത്തില്ല ഗൈസ്, എനിക്ക് ഇവിടെ തന്നെ കുത്തിത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത കുഴിയുടെ അങ്ങോട്ട് അടുത്ത കുഴി